ഇതെന്താടാ 28,000 രൂപ ബാക്കിയോടെ പോയി? അത് പിന്നെ അമ്മേ നിന്ന് പരുങ്ങുന്നതിന് ഉത്തരം പറയടാ. അതമ്മ അടുത്ത ആഴ്ച എന്റെ കസിന്റെ കല്യാണം അല്ലേ, അപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു 2,000 രൂപ മാറ്റി വെച്ചതാ. 2,000 രൂപ ഡ്രസ്സ് എടുക്കാൻ? കൊള്ളാം. എടാ, നിനക്ക് എത്ര രൂപയാണ് വരുമാനം എന്നറിയാമോ? ഒരു മാസം കിട്ടുന്നത് 30,000 രൂപയാണ്. അത് നീ മറക്കണ്ട. അമ്മ ഇനി അടുത്തൊന്നും ഡ്രസ്സ് എടുക്കുന്നില്ല, ഓണത്തിനേ ഉള്ളൂ. അമ്മയാണ് സത്യം. എങ്കിൽ നിനക്ക് കൊള്ളാം. 500 രൂപ ജീപേ ചെയ്തിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ. ചേട്ടാ ഇത് ശരിയല്ല. എന്ത്? ഈ കിട്ടുന്ന ശമ്പളം മുഴുവൻ എന്തിനാ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നേ? എടി, എനിക്കത് ജോലി കിട്ടിയ പോലുള്ള ശീലമാണ്. അമ്മയുടെ കൈ കൊടുക്കുന്ന ബാങ്കിൽ കൊടുക്കുന്ന പോലെ. പിന്നെ എനിക്ക് ആവശ്യമുള്ള പൈസ അമ്മ തരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം? കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരനല്ലേ ചേട്ടൻ, അപ്പൊ സ്വന്തം പൈസ ചെലവാക്കാനുള്ള പ്രാപ്തി ചേട്ടനില്ലേ? പിന്നെ ബാങ്കിന്റെ കാര്യം പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പോകുമ്പോഴേ കണക്ക് അവിടെ ആരും ചോദിക്കാറില്ല. ഗീതു, ഇനി ആ ശീലം മാറ്റാനൊന്നും പറ്റത്തില്ല. കല്യാണം കഴിയുന്ന ഒരു അമ്മയുടെ പൈസ കൊടുത്തിട്ട് അതിനുശേഷം കൊടുക്കാരുന്ന അമ്മ എന്ത് വിചാരിക്കും? അമ്മേ, ഞങ്ങൾ ഇവളുടെ വീട്ടിലോട്ടൊന്ന് പോകും. ഉണ്ടെങ്കിൽ ഒരു 500 രൂപ തരാമോ? കുറച്ച് ബേക്കറി സാധനം മേടിക്കാനുണ്ട്. ഇവളുടെ ചേച്ചിയുടെ കുഞ്ഞു വീട്ടിലുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കാൻ. 500 രൂപയ്ക്ക് ബേക്കറി സാധനം വാങ്ങിക്കാനാ? അല്ല 100 രൂപയും തരാം, വല്ല ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് പോയാൽ മതി. വേണ്ടമ്മ, ചേച്ചിയുടെ പിള്ളേര് ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കൂല. വേട്ടോ. അവൾക്ക് പിടിച്ചില്ല ശിങ്കാരിക്ക്. അവളെ ചേച്ചിയുടെ മോന് ഞണ്ണാനല്ലേ എൻ്റെ മോൻ പണി ചെയ്യുന്നത്. ഓ, ഗീതു, ഏട്ടാ എപ്പോ വരും? ഞാന് ഒരു 8-8 ആവും. ഏട്ടാ എനിക്ക് പീരീഡ്സ് ആയി, പാഡ് വേണമായിരുന്നു. എടി, എനിക്ക് പറഞ്ഞിട്ട് ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അടുത്ത വീട്ടിലുള്ള ലക്ഷ്മിയോട് പറ, അവളെ ജംഗ്ഷനിൽ കിടപ്പി മേടിച്ചിട്ട് വരും. കാശ് നീ അമ്മ തന്നെ മേടിച്ചു. നിസ്സാരം ഒരു 40 രൂപ എടുക്കാൻ നിന്റെ കയ്യിലില്ലേ? ഇല്ലാത്തോണ്ടല്ലേ അമ്മ ചോദിച്ചേ. ഞാൻ തരാം. നിസ്സാരം ഒരു പാഡ് വാങ്ങിക്കാനുള്ള കാശ് പോലും ഇല്ലാത്ത ഒരു പെണ്ണിനെയാണല്ലോ എന്റെ മോൻ കിട്ടിയത്. ഈ പൈസ എന്റെ ചേട്ടന്റെ അല്ലേ അമ്മ? അതുകൊണ്ട് നീ ഇപ്പൊ കണക്ക് പറയാനും തുടങ്ങിയ? എടി, ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അമ്മായിയമ്മരും മുമ്പിൽ വന്ന് കൈ നീട്ടേണ്ട ഗതികേട് നിനക്ക് വരുമായിരുന്ന? ഇല്ലെങ്കിൽ നിന്റെ തന്തയും തള്ളാനുള്ള ഗതി ഉണ്ടാക്കി വിടണമായിരുന്നു. എരപ്പ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്ത ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ അവന്. അമ്മ ഞാൻ ജോലി നോക്കുന്നുണ്ട്. ഓ, പിന്നെ ഈ നിസ്സാര കാര്യത്തിന് എന്റെ വീട്ടുകാരൊക്കെ വലിച്ചഴിക്കുന്നത്. ഇവിടെ 2ഉം 3ഉം PG കഴിഞ്ഞ ഒരു തെക്കും വടക്കും നടക്കുന്ന ജോലിയില്ലാതെ അപ്പോഴാണ് അവളെ ഒരു BA ഇംഗ്ലീഷും കൊണ്ട് കളക്ടർ ഉദ്യോഗത്തിന് കാത്തിരിക്കുന്നത്. നിനക്ക് ആ പൈസ വേണമെങ്കിൽ കൊണ്ടുപോയി പാഡ് വാങ്ങിയത്, ഇല്ലെങ്കിൽ ആ പൈസ ഇതാ. നീ വിട്. ചേട്ടാ, അമ്മ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ. വേറെ നിവർത്തിയില്ലാത്തോണ്ടാ പൈസ മേടിച്ച്. നീ കരയാണ്. അടുത്ത മാസം മുതൽ എനിക്ക് സാലറിക്ക് ബെൻഡുണ്ടാവും. ഈ കാര്യം നീ അമ്മയോട് പറയണ്ട. നമുക്ക് എല്ലാ മാസം കൊടുക്കുന്ന പോലെ 30,000 രൂപ അമ്മയെ കൊടുക്കാം, ബാക്കി നമുക്ക് മാറ്റാം, പോരെ? ചേട്ടാ, നിങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ അല്ലേ ഇത്? അല്ലാതെ മോഷ്ടിച്ചു കൊണ്ടുവരണേന്നല്ലോ ഈ ഒളിപ്പിച്ചു വെക്കാൻ. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഗീതു, അമ്മയുടെ കയ്യിൽ ശമ്പളം കൊടുക്കുന്ന നേരത്തിൽ അമ്മയ്ക്ക് ഇത് വലിയ വിഷമാവും. അത് മാത്രമല്ല, അച്ഛൻ ഉണ്ടായിരുന്ന കാലം മുതൽ ഈ വീട്ടിലെ പൈസയുടെ സകല കാര്യം കൈകാര്യം ചെയ്യുന്ന അമ്മയായിരുന്നു. പിന്നെന്താ പ്രശ്നം? അച്ഛനന്ന് അച്ഛന്റെ അമ്മയുടെ കയ്യിലല്ലല്ലോ പൈസ കൊടുത്തിരുന്നത്, വേറെ കയ്യിൽ തന്നെ അല്ലേ?
ഓ, അപ്പൊ നീ പറഞ്ഞിരുന്നത് ഇനി മുതൽ ഞാൻ അധ്വാനിക്കുന്ന പൈസ നിന്റെ കൊണ്ട് അഹോന്നായിരിക്കും. കഷ്ടം. നീ ഇങ്ങനെ സീരിയൽ ലെവലായിക്കൊള്ളു. ചേട്ടൻ ചുമ്മാ എഴുതാപ്പുറം വായിക്കല്ലേ. പൈസ എന്നെ തന്നതല്ല ഞാൻ പറഞ്ഞത്. ചേട്ടൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ചേട്ടൻ തന്നെ കൈകാര്യം ചെയ്യണം, അത്രയും ഞാൻ പറഞ്ഞോളൂ. നിനക്ക് മൂഡ് സ്വിങ്സ് ആയതുകൊണ്ട് നീ ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കുന്നത്. നീ കുറച്ചേ കിടക്ക്. ചെറിയ കാര്യോ? നിങ്ങളെ തലയിൽ എന്താ കളയമണ്ണാണോ? നിർത്തി. ഇച്ചിരി താങ്ങുന്നത് നീ തലയിൽ കിടന്ന് നോക്കുന്നോ? എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. വേറെ ആരും ഇല്ലല്ലോ, എന്റെ അമ്മയുടെ കയ്യിലല്ലേ. നാളെ എനിക്കൊരു ആവശ്യം വന്നാൽ അതിന് ചെലവാക്കാൻ അമ്മ ഉറുമ്പ് കൂടുതൽ കാശ് കൂട്ടിക്കൂട്ടി വയ്ക്കുന്നത്. ആ ആ എടി, നീയേ ആ അച്ചുകൊട്ടൻ ചോദിച്ച സൈക്കിൾ അങ്ങ് വാങ്ങിച്ചു കൊടുത്തേ. ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാന്ന്. അയ്യോ വേണ്ടായിരുന്നു അമ്മേ. അമ്മയെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൈസ കൊടുക്കുന്നവനറിയാം. അതാണ് അമ്മയെ തന്നെ വിളിച്ച് ചോദിച്ചത്. എടി, ഒരു 5000 രൂപയുടെ കേസല്ലേ ഉള്ളൂ. അവന്റെ മനസ്സ് വിഷമിപ്പിക്കാതെ. ആ ആ ആ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാടി. കീർത്തിയ, അമ്മയ്ക്ക് കാലുവേദനയാണെങ്കിൽ ഇന്ന് യോഗ ചെയ്യണം. അത് ചെയ്യാമെന്ന് പറഞ്ഞതാ ഞാൻ. എന്തേട്ടാ, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി സൗത്ത് ഇന്ത്യൻ സെയിൽസ് ഒക്കെ ഡൗൺ ആയതുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള ബ്രാഞ്ചൊക്കെ അടച്ചു പൂട്ടി ഇവിടെയുള്ള സെയിൽസ് ഒക്കെ സെൻട്രലൈസ് ആക്കാനാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. റിസൾട്ട് മെയിൽ അയച്ചിട്ടുണ്ട്. 1 മാസം നോട്ടീസ് പീരീഡ് വന്നു. അതൊരു വർക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല. നീ ഉടനെ തന്നെ ഒരു ജോബ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അഥവാ കിട്ടിയാൽ തന്നെ ഇത്രയും സാലറി കിട്ടണമെന്നില്ല. ഈ വീടിന്റെ ചെലവ്, ഞാനെടുത്ത ലോണ്, അതൊക്കെ ഈ പൈസ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്കറിഞ്ഞു. ചേട്ടൻ ടെൻഷൻ അടിക്കാതെ. എന്തായാലും ചേട്ടൻ ഇത്ര നാൾ കൊടുത്ത പൈസയില് അമ്മ എന്തായാലും കുറച്ച് സേവ് ചെയ്തിരിക്കില്ല. ഒരു 3-4 മാസം നമുക്ക് അതിൽ ലോൺ അടയ്ക്കാം. അതിനുവേണ്ടി നമുക്കൊരു ജോലി സെറ്റ് ആക്കാം. ജോലി പോയ കാര്യം ഇപ്പം കൂടെ പറഞ്ഞാൽ അമ്മയ്ക്ക് VP ഇല്ലാത്ത ദിവസം കൂടി വരും. എന്തായാലും 1 മാസത്തെ ശമ്പളം കിട്ടും. അത് കഴിഞ്ഞിട്ട് പറയും. ചേട്ടാ, ചേച്ചിയോട് ഞാൻ ജോലി പോകുന്നതാരും പറഞ്ഞായിരുന്നേ. ചേച്ചി ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ദുബായ് MNC കമ്പനിയുടെ വർക്ക് ചെയ്യുന്നത്. ഇത് വലിയ പോസ്റ്റിലാ. അവിടെ ഒരു വേക്കൻസി ഉണ്ട്. ചേട്ടനെ കേട്ടെന്നാ പറയുന്നത്. നാട്ടിലെ 1 ലക്ഷം രൂപ അടുപ്പിച്ച് സാലറിയാ. ഇപ്പോഴാണ് ഒരു സമാനായത്. ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. പക്ഷേ പുള്ളിക്ക് ഇപ്പം ഡയറക്റ്റ് കമ്പനി വിസ തരാൻ പറ്റില്ല. പകരം എത്രയും പെട്ടെന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് പോവാൻ നോക്കും. വിസിറ്റിംഗ് വിസ എടുക്കാൻ നല്ല പൈസ ആവത്തില്ലേ? ഇപ്പൊ എത്രയും പൈസക്ക് ഇപ്പൊ എവിടെ പോവാന്? ഇനി അമ്മയോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഉള്ള പൈസ എടുത്ത് വിസ എടുക്കാൻ നോക്ക്. നടക്കൂല കിരണേ. ഈ വയ്യാത്ത എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഒരിടത്തും പോണ്ട. ഇവിടെ കിട്ടുന്ന ജോലിയൊക്കെ മതി. ഇത്രയും വലിയ സാലറിക്ക് ഇവിടെ ജോലി കിട്ടാൻ പാടാണമ്മ. അഥവാ കിട്ടിയാൽ തന്നെ മാക്സിമം ഒരു 30,000 രൂപയെ കിട്ടത്തുള്ളൂ. അമ്മ 1 ലക്ഷം അടുപ്പിച്ച് സാലറി ഉണ്ട്. നിനക്ക് പണം മാത്രം മതി. അതിന് എന്റെ കൊച്ചു എല്ലായിടത്തും കിടന്ന് കഷ്ടപ്പെടണമായിരിക്കും അല്ലേ? അമ്മയുടെ കൊച്ചെന്ന് പറയുന്നതേ എന്റെ ഭർത്താവും കൂടിയാ. എടി, ഇടയ്ക്കിടയ്ക്ക് നീ പറയുന്നുണ്ടല്ലോ എന്റെ ഭർത്താവെന്ന്. അവ എന്റെ മോനായതിനു ശേഷമാണ് നിന്റെ ഭർത്താവായത്. അത് നിനക്ക് മനസ്സിലായില്ലേ? മതി, നിർത്ത്. നീ ഇതിന്റെ പേരിൽ രണ്ടും കൂടെ തമ്മിൽ തല്ലണ്ട. ഞാൻ ഒരിടത്തും പോകുന്നു. എന്താ ഇത്? അമ്മ, ഏട്ടന് ഇത്രയും നല്ല ഓഫർ ഇനി കിട്ടൂല. അമ്മ പോവാ അനുവദിക്കണം പ്ലീസ്. അവൻ പൊക്കോട്ടെ, പക്ഷെ അതെന്റെ മരണശേഷമായിരിക്കും. മക്കളെ, നമ്മൾ ആമക്കളെ വളർത്തുന്നത് നമുക്കാവതില്ലാത്ത സമയത്ത് നമ്മളെ നോക്കാനാണ്. അത് നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കൊരു മോനുണ്ടായി എൻ്റെ ഈ പ്രായമാകുമ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ. എൻ്റെ കണ്ണടയുന്ന കാലം വരെ അവ എൻ്റെ അടുത്ത് എന്നെ വേണം മോളെ. അല്ലാതെ ഏട്ടന് വിസ എടുക്കാനേ നിങ്ങളിൽ പൈസ കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ലേ? എന്ത് നീ അങ്ങനെയൊക്കെ പറയുന്നേ? പരും കണ്ട എല്ലാം ഞാൻ അറിഞ്ഞു. എന്താണ് രണ്ടും കൂടെ? നിർത്ത്. എല്ലാം ഏട്ടനും കൂടെ അറിയട്ടെ.
ചേട്ടാ എന്താ വിചാരിച്ചത്? ചേട്ടത്തുള്ള സ്നേഹം കൊണ്ടാണ് അമ്മ ഗൾഫിൽ പോണ്ടെന്ന് പറഞ്ഞെന്നോ? ഇതൊന്ന് കേട്ടു നോക്കിയേ. ഞാൻ എന്തോന്ന് പറയേ, എവിടുന്നിട്ട് ഈ പൈസ കൊടുക്കാൻ? കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും വേണ്ടേ? ഞാൻ എന്തൊക്കെയോ അവസാനം പറഞ്ഞതങ്ങ് മുടക്കി. നീ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യടി. ഞാൻ നോക്കട്ടെ അമ്മേ, എന്തേലും ചെയ്യാം. അമ്മ തൽക്കാലം ഇതൊന്ന് മുടക്കി തന്നെ നിർത്ത്. ബാങ്കിൽ കിടക്കുമ്പോൾ സേഫ് എന്നല്ലേ പറഞ്ഞ അമ്മയിരിക്കുന്ന പൈസ? ചേട്ടൻ സമ്പാദിച്ച പൈസ ഫുള്ളും പെങ്ങള് കൈക്കലായി കഴിഞ്ഞു. മക്കളെ, അത് അവക്കൊരു അത്യാവശ്യം വന്നപ്പം എടുത്ത് മറിച്ചതാണ്. അവൾ ഉടനെ തരും മോനെ. എത്ര രൂപ? അത് പറയാമ ഒരു 2 ലക്ഷം രൂപ. അത് പോട്ടെ, സാരമില്ല, കടമല്ലേ. അവളുടെ മോന്റെ പേരിലിരുന്ന FD ആരാ പൈസക്കാണ്? മാസം മാസം അവക്ക് 3000 രൂപ അയച്ചു കൊടുക്കുമല്ലോ, അതാരാ പൈസയാണ്? എന്തൊക്കെ അമ്മ ഇതൊക്കെ? ഹലോ, ഇപ്പോഴല്ല, പണ്ടേ നാക്ക് പൊക്കണമായിരുന്നു. ചേട്ടൻ ഇവർക്കേ മോനല്ല, വെറും കറുവ പശു. മോക്ക് പാലുറ്റി കൊടുക്കണ വെറും കറുവ പശു. എന്റെ മോന്റെ പൈസയില്ലേ? നിനക്കും തരിക അധികാരം? മക്കൾ അച്ഛനും അമ്മയ്ക്കും പൈസ കൊടുക്കുന്നതേ ന്യായം. അല്ലാതെ കിട്ടുന്ന പൈസ എല്ലാം വാങ്ങി കയ്യിൽ വെച്ചിട്ടേ ചിലരിന് മാത്രം നക്കാപ്പിച്ച് കൊടുക്കുന്നതേ ന്യായമല്ല. അതിൽ അമ്മയായ നിങ്ങൾക്കോ ഭാര്യയായ എനിക്കോ യാതൊരു അധികാരവും ഇല്ല. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയല്ല അമ്മ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിച്ചത്. ആ പൈസ ചെലവാക്കുമ്പോ അമ്മയ്ക്ക് ഒരു വാക്ക് എന്നോട് ചോദിച്ചെന്താ? സ്വന്തമായിട്ട് പൈസ കൈകാര്യം ചെയ്യാൻ അറിയാത്തവനെ പെണ്ണിട്ടാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് കഴിവില്ലാത്തോണ്ടാ സ്വന്തം ഭാര്യ ഒരു പാഡിന് വേണ്ടിയിട്ടേ മറ്റൊരു മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ടി വന്നത്. അതാണ് പൈസയും കൊണ്ട് കണ്ടവർ പോയത്. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കും. 1 മാസത്തെ സമയം ഞാൻ തരും. അതിനുള്ളിൽ അമ്മയ്ക്ക് വേണ്ടിയും ഈ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചെലവാക്കിയിട്ടുള്ള പൈസ പോയിട്ടുള്ള ബാക്കി പൈസ എനിക്ക് തിരിച്ചു തന്നിരിക്കണം. ഇനി ഞാൻ ചെലവിന് തരും.